ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അമ്മയായിരുന്നു ശരി. ഞാൻ അച്ഛനെ കാണാതിരിക്കുന്നതായിരുന്നു നല്ലത്. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടോ? അമ്മ ഒരിക്കലും അച്ഛനെക്കുറിച്ച് പറയാതിരുന്നിട്ടും ഞാൻ തേടിപ്പോയി അച്ഛനെ വിഷമിപ്പിച്ചെന്ന് കരുതുന്നുണ്ടോ? ഒന്നും വേണ്ടായിരുന്നു, ഒന്നും അറിയണ്ടായിരുന്നു. എനിക്ക് ആരുമില്ല എന്നുള്ള സത്യം അംഗീകരിച്ച് ഒന്ന് ജീവിച്ചാൽ മതിയായിരുന്നു. ദുർഗാ. മുത്തശ്ശി, എന്താ മുത്തശ്ശി? ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയണം. എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഞാൻ മുത്തശ്ശിയോട് നുണ പറയുമെന്ന് മുത്തശ്ശിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിന്നെയാ. നിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു തെറ്റും ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ടാ എല്ലാ കാര്യത്തിനും ഞാൻ നിനക്കൊപ്പം നിന്നത്, നിനക്ക് വേണ്ടി എല്ലാവരോടും വാദിച്ചത്. അതിനിപ്പോ എന്താ മുത്തശ്ശി സംഭവിച്ചത്? ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് നിനക്കറിയില്ലേ മോളെ? ഞാൻ ഉൾപ്പെടെ ഇവിടെ എല്ലാവരും പോകരുതെന്ന് പറഞ്ഞിട്ടും നീ എന്തിനാ ഇന്ദ്രപ്രസ്ഥത്തിൽ പോയത്? അത് മുത്തശ്ശി, എനിക്കതിന്റെ കാരണം അറിഞ്ഞേ പറ്റൂ. മുത്തശ്ശി, അത് പൂർണിമ ചേച്ചി വിളിച്ചതുകൊണ്ടാ ഞാൻ പോയത്. അതൊരു ന്യായാണോ ദുർഗേ? പൂർണിമ വിളിച്ചാലും പോകരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നല്ലേ? ചേച്ചി നിർബന്ധിച്ച് പറയുമ്പോ ഞാൻ എന്ത് ചെയ്യും മുത്തശ്ശി? ഇവിടെ എല്ലാരും ഞാൻ അവിടെ ചെല്ലുന്നതിന് എതിരാണെന്ന് എനിക്ക് അവരോട് പറയാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞാ അതിന്റെ നാണക്കേട് നമുക്ക് തന്നെയല്ലേ? അപ്പോ മഹാദേവൻ എന്താ സംഭവിച്ചത്? അത് എനിക്കറിയില്ല. മഹാദേവന് പെട്ടെന്ന് വയ്യാതെ വന്നതുമായി നീയും കിരണും അവിടെ ചെന്നതിൽ ബന്ധമില്ലല്ലോ അല്ലേ? എന്താ മറുപടി പറയാത്തത്? അത് ഇല്ല. ഒരാൾക്ക് അസുഖം വരുന്നതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ടല്ലോ. അല്ല മുത്തശ്ശി എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ ജനിച്ച് വീണത് മുതൽ നിന്റെ മുഖം കാണുന്ന ആളാ ഞാൻ. നീ എന്നോട് കള്ളം പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും മോളെ. നീ എന്തോ എന്നിൽ നിന്ന് മറക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇല്ല മുത്തശ്ശി, അതൊക്കെ മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാ. അങ്ങനെ എല്ലാം എന്റെ തോന്നലാവണേ എന്നാണ് എന്റെ പ്രാർത്ഥന. നീ എന്ത് ചെയ്താലും അതിലൊരു ശരി ഉണ്ടാകുമെന്നാണ് എന്റെ വിശ്വാസം. അതാണ് എന്റെ ധൈര്യം. അത് മറക്കണ്ട.